അതേസമയം കണിമംഗലം തറവാടിന്റെ മുറ്റത്തേക്ക് കറുത്ത നിറത്തിലുള്ള ഒരു BMW കാർ ചീറിപ്പാഞ്ഞു വന്നു നിന്നു. കാറിന്റെ ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയത് ശരണ്യയാണ്. അവളുടെ മുഖത്ത് പ്രകടമായ ഗൗരവമുണ്ടായിരുന്നു. അപ്പോഴും കാറിന്റെ പിൻസീറ്റിൽ നിന്നും അച്ചുമോനും അവളുടെ കൂടെ ഇറങ്ങി. ചുറ്റുമുള്ളവരെയോ അവരുടെ നോട്ടങ്ങളെയോ ഗൗനിക്കാതെ, ആരെയും ശ്രദ്ധിക്കാതെ ശരണ്യ വേഗത്തിൽ വീടിനകത്തേക്ക് കയറിപ്പോയി. അച്ചമ്മേ! കാതുകളിൽ സംഗീതം പോലെ ആ വിളി കേട്ടതും സേതുലക്ഷ്മി തിരിഞ്ഞു നോക്കി. തന്നെ കെട്ടിപ്പിടിച്ച അച്ചുവിനെ അവർ മാറോട് ചേർത്ത് പിടിച്ചു. എന്താടാ കണ്ണ, എത്ര ദിവസമായി മോനെ ഒന്ന് കണ്ടിട്ട്? അവർ വാത്സല്യത്തോടെ അവന്റെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചു. എന്നാൽ അവരുടെ കണ്ണുകൾ ശരണ്യയുടെ മുഖത്തെ അസ്വാഭാവികമായ ഭാവങ്ങളിൽ ഉടക്കി നിന്നു. കണിമംഗലത്തിന്റെ ഉമ്മറത്ത് പുതിയൊരു കാറ്റ് വീശാൻ തുടങ്ങുന്ന സമയമായിരുന്നു അത്. ആ മുറിക്കുള്ളിലേക്ക് ശരണ്യ കടന്നപ്പോൾ അന്തരീക്ഷത്തിൽ ഒരു വല്ലാത്ത ഭാരമായിരുന്നു. വസുദേവൻ ഇപ്പോഴും അവളുടെ ഭർത്താവ് തന്നെയാണ്. നിയമപരമായി അവൾ അവൻ്റേതാണ്. പക്ഷേ ഒരു പുരുഷനിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന പ്രകൃതമായിരുന്നില്ല അവളുടേത്. സ്വന്തം താല്പര്യങ്ങൾക്കും കാമനകൾക്കും മുന്നിൽ അവൾക്ക് വേലികെട്ടുകളില്ലായിരുന്നു. കുറച്ചുകാലം വസുദേവനിൽ നിന്നും അകന്നു മാറി തൻ്റെ ഇഷ്ടങ്ങൾ തേടി അവൾ പോയി. എന്നാൽ അഗ്നിയുടെ ഭീഷണിക്ക് മുന്നിൽ അവൾക്ക് മുട്ടുമടക്കേണ്ടി വന്നു. അവൻ്റെ തടവറയിലേക്ക്, വീണ്ടും തറവാട്ടിലേക്ക് അവൾ തിരികെ വരേണ്ടി വന്നത് ആ പേടി ഒന്നുകൊണ്ട് മാത്രമാണ്. മുറിക്കുള്ളിലെ നിശബ്ദതയിൽ വസുദേവനെക്കുറിച്ചുള്ള ചിന്തകൾ അവളെ വീർപ്പുമുട്ടിച്ചു. പണ്ട് താൻ എന്തു പറഞ്ഞാലും അനുസരിക്കുന്ന തൻ്റെ കാൽ കീഴിൽ ഒരു വെറും പാവയായിരുന്നു അവൻ. ആ വിധേയത്വമായിരുന്നു അവളിലെ അഹങ്കാരത്തെയും തൃപ്തിപ്പെടുത്തിയിരുന്നത്. പക്ഷെ ഇന്ന് ആ പഴയ വസുദേവനല്ല മുന്നിലുള്ളതും. പ്രതികാരദാഹിയായ അഗ്നിയാണ് അവൻ്റെ പുതിയ രൂപവും. തൻ്റെടിയായ ഭാവം അവളിൽ ഭയത്തോടൊപ്പം ഒരദൃശ്യമായ ആകർഷണവും ഉണ്ടാക്കിയിരുന്നു. പെട്ടെന്ന് അവളുടെ മനസ്സ് ക്രിസ്റ്റിയിലേക്ക് പാഞ്ഞത്. അവളുടെ ഇപ്പോഴത്തെ രഹസ്യ പങ്കാളി. ഡ്രഗ്സിൻ്റെയും ലഹരിയുടെയും പാതിരാവുകളിൽ അവൻ പകർന്നു നൽകിയ വന്യമായ ആവേശത്തിലും അവൾ സ്വയം മറന്നുപോയിരുന്നു. ക്രിസ്റ്റി, അവൾ അറിയാതെ മന്ത്രിച്ചു. അവൻ്റെ കൂടെ ചിലവഴിച്ച നിമിഷങ്ങൾ നൽകിയ ആ സുഖം മറ്റാരിലും അവർക്ക് ലഭിച്ചിരുന്നില്ല. പക്ഷെ ക്രിസ്റ്റിയുമായുള്ള ഈ ബന്ധം വസുദേവനോ അച്ഛനോ അറിഞ്ഞാലോ? ആ ചിന്ത ശരണ്യെ വല്ലാതെ ഭയപ്പെടുത്തി. കൈവിട്ടു പോകാതെ ഈ സ്വത്തുക്കളും ആഡംബരവും ഒരൊറ്റ നിമിഷം കൊണ്ട് എല്ലാം ഇല്ലാതാകും. അവർ തന്നെ ഉപേക്ഷിച്ചാൽ പിന്നെ തൻ്റെ ജീവിതം തെരുവിലായി പോകുമെന്ന് അവൾക്ക് നന്നായി അറിയാമായിരുന്നു. അഗ്നിയുടെ തടവലിൽ ശ്വാസം മുട്ടി നിൽക്കുകയാണവൾ. പുറത്തെ ലോകത്തെ തൻ്റെ രഹസ്യങ്ങൾ പുറത്തു വരുമോ എന്ന ആ ആദി അവളെ വേട്ടയാടിക്കൊണ്ടിരുന്നു. താൻ നെയ്ത ചതിയുടെ വലയിൽ താൻ തന്നെ കുടുങ്ങുമോ എന്ന ഭയം അവളുടെ കണ്ണുകൾ നീലിച്ചിരുന്നു. സേതുലക്ഷ്മി അമ്മ ഉമ്മറത്ത് അച്ചുവിനെ മടിയിലിരുത്തി വിശേഷങ്ങൾ ചോദിക്കുകയായിരുന്നു. പക്ഷെ അവരുടെ മനസ്സ് അകത്ത് ആ മുറിയിലായിരുന്നു. ശരണ്യ വന്നപ്പോൾ മുതൽ കണ്ട അസ്വസ്ഥതയും അവളുടെ കണ്ണുകളിലെ വല്ലാത്തൊരു ഭയവും ആ അമ്മയെ വല്ലാതെ ചിന്തിപ്പിച്ചിരുന്നു. അച്ചുവിനെ കളിക്കാൻ വിട്ട് അവർ പതുക്കെ ശരണ്യയുടെ മുറിക്ക് അടുത്തേക്ക് നടന്നു. വാതിൽ പാതി തുറന്നു കിടക്കുകയായിരുന്നു. അകത്തെ ശരണ്യ ശ്വാസം മുട്ടുന്നത് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. അവളുടെ മുഖത്ത് വെപ്രാളമായിരുന്നു. ഫോണിൽ ആരോടോ അവൾ രഹസ്യമായി സംസാരിക്കുന്നുണ്ട്. അമ്മയുടെ കാതുകളിൽ പതിഞ്ഞു. ക്രിസ്റ്റി, നീ ഇപ്പോൾ ഇങ്ങോട്ട് വിളിക്കരുത്. അഗ്നിയെല്ലാം അറിഞ്ഞു. ഞാൻ ഒരു പടിവള്ളി കിട്ടാതെ നിൽക്കുകയാണിപ്പോൾ. അവൻ്റെ കയ്യിൽ ഇപ്പോഴുള്ള തെളിവുകൾ പുറത്തേക്ക് വന്നാൽ ഈ തറവാട്ടിൽ എനിക്ക് സ്ഥാനമുണ്ടായില്ല. അച്ഛനും വസുവും കൂടി എന്നെ തെരുവിലേക്ക് വലിച്ചെറിയും. ആ ഡ്രഗ്സിൻ്റെ കാര്യം മാത്രം നീ ഒന്നും ആരോടും പുറത്തു പറയരുത്. ഇതെൻ്റെ അപേക്ഷയാണ്. ശരണ്യയുടെ വിറക്കുന്ന ശബ്ദം കേട്ട് സേതുലക്ഷ്മിയമ്മ തരിച്ചു നിന്നുപോയി. താൻ ഇത്രയും കാലം സ്നേഹിച്ച വിശ്വസിച്ച മരുമകൾ തന്നെയാണോ ഇവൾ? തങ്ങളുടെ കുടുംബത്തിന്റെ മാനം കാക്കുമെന്ന് കരുതിയവൾ ലഹരിയുടെയും അവിഹിത ബന്ധങ്ങളുടെയും ഇരുണ്ട ലോകത്തെന്ന സത്യം ഉൾക്കൊള്ളാനാവാതെ അവർ തളർന്നുപോയി. അപ്പോഴാണ് പിന്നിൽ നിന്നും ഒരു നിഴൽ കണ്ടത്. സേതുമാധവനായിരുന്നു അത്. അദ്ദേഹം തൻ്റെ ഭാര്യയുടെ തോളിൽ പതുക്കെ കൈവച്ചു. അവരുടെ കണ്ണുകളിലെ നടുക്കം അദ്ദേഹം തിരിച്ചറിഞ്ഞു. എന്നാൽ അദ്ദേഹത്തിൻ്റെ മുഖത്ത് അത്ഭുതമൊന്നും ഉണ്ടായില്ല. മറിച്ചൊരു തരം ഗൗരവമായിരുന്നു. ഞാൻ നിന്നോട് ഈ കാര്യങ്ങൾ ആദ്യമേ പറഞ്ഞതല്ലേ സേതു? പിന്നെ നീ എന്തിനാ അവളെ ഇത്രയ്ക്ക് ശ്രദ്ധിക്കാൻ പോയത്? സേതുമാധവൻ്റെ ശബ്ദം ഗൗരവം വിടാതെ ഉയർന്നു വീണു. താൻ നേരത്തെ അറിഞ്ഞ സത്യങ്ങൾ ഭാര്യയോട് പറഞ്ഞതും അവളുടെ സമാധാനം നശിപ്പിക്കേണ്ട എന്ന് കരുതിയാണ്. പക്ഷേ ഇപ്പോൾ അവളെല്ലാം കേട്ടിരിക്കുന്നു, കണ്ടിരിക്കുന്നു. പക്ഷേ ഇന്ന് ആ സത്യങ്ങൾ ഭിത്തികൾക്കുള്ളിൽ നിന്നും പുറത്തേക്ക് വന്നു. സേതുലക്ഷ്മി തൻ്റെ ഭർത്താവിനെ ദയനീയമായി ഒന്ന് നോക്കി. കണിമംഗലം തറവാടിൻ്റെ അന്തസ്സിന് മേൽ വീണ
കറ കഴുകിക്കളയാൻ സേതുമാധവനും അഗ്നിയും എന്തൊക്കെ കരുതി വെച്ചിട്ടുണ്ടെന്ന് ആ നിമിഷം അവർക്ക് തോന്നി. മുറിക്കുള്ളിലെ സ്റ്റൈലിഷ് മാളികയോട് ഒരു ജോഡി ഹീൽസ് കാണിച്ചുകൊണ്ട് പറഞ്ഞു, "ഈ ഹീൽസ് ഒന്ന് ഇട്ടു നോക്കിയേ മാം." അവൾ അത് ധരിച്ചതും ആടി ഉലഞ്ഞു. ശരീരത്തിന്റെ ബാലൻസ് തെറ്റി. ഒരു നിമിഷം അവൾ ഭയന്നു. നിലത്തേക്ക് വീഴുമെന്ന് ഉറപ്പിച്ച നിമിഷം തനിക്ക് മുന്നിൽ കണ്ടത് അഗ്നിയുടെ ബലിഷ്ഠമായ ശരീരമാണ്. അഗ്നിയുടെ കൈകൾ അവളെ താങ്ങി നിർത്തി. അയാളുടെ കൈകളിൽ കുടുങ്ങിയപ്പോൾ മാളവികയുടെ ഹൃദയം പിടിച്ചു. അവളുടെ മുഖത്തേക്ക് വീണ് കിടക്കുന്ന മുടിയിഴകൾ അവൻ അതിലോലമായി ചെവിക്ക് പിന്നിലേക്ക് ഒതുക്കി വെച്ചു കൊടുത്തു. ആ സ്പർശനത്തിൽ അവൾക്കൊരു വിറയൽ അനുഭവപ്പെട്ടു. അവന്റെ കണ്ണുകൾ അവളുടെ പിടക്കുന്ന കണ്ണുകളിലുടക്കി. ഒരു നിമിഷം സമയം നിശ്ചലമായി പോയതുപോലെ തോന്നി. അവളുടെ കണ്ണുകളിലെ ഭയവും നിസ്സഹായതയും അഗ്നിയിൽ മറ്റൊരു വികാരമുണർത്തി. അടക്കാനാവാത്ത എന്തോ ഒന്ന് അവന്റെ ഉള്ളിൽ ആളിക്കത്തി. അവളുടെ മുഖത്തും ശരീരത്തിലും ഒരുതരം ആകർഷണം അപ്രതീക്ഷിതമായി കടന്നു വന്നു. ഇത് താൻ വെറുക്കുന്ന അഗ്നി തന്നെയാണോ എന്നവൾ ഒരു നിമിഷം സംശയിച്ചു. അവന്റെ ഉള്ളിൽ ഉയർന്ന ആ വികാരത്തെ നിയന്ത്രിക്കാൻ എന്നവണ്ണം അഗ്നി പെട്ടെന്ന് തന്നെ അവളെ തന്റെ കൈകളിൽ നിന്ന് മോചിച്ച് അവിടെ നിന്നും തിരിഞ്ഞു നടന്നു. ആ മുറി വിട്ട് അവൻ പുറത്തേക്ക് പോയപ്പോൾ അവൾക്ക് ശ്വാസം നീരെ വീണതുപോലെ തോന്നി. അഗ്നി മുറിവിട്ട് പോയെങ്കിലും അവന്റെ ആ നോട്ടം മാളികയുടെ ഉള്ളിൽ ഒരു ചോദ്യചിഹ്നമായി അവശേഷിച്ചു. ഇയാൾ എന്തിനാ എന്നെ കാണുമ്പോൾ ഇങ്ങനെ നോക്കുന്നത്? അവൾ സ്വയം ചോദിച്ചു. കണ്ണാടിയിൽ തന്റെ രൂപം നോക്കുമ്പോൾ അവൾ ചെറിയൊരു ആശങ്ക തോന്നി. ഇനി ഈ വേഷം അയാൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലേ? അതുകൊണ്ടാണോ തിരിഞ്ഞു നടന്നത്? അതോ തന്റെ പഴയ സാരിയെ പരിഹസിച്ചതുപോലെ ഈ മാറ്റത്തെയും ആ കടുവ പുച്ഛിച്ച് തള്ളുമോ? ഇതും കൂടി മാറ്റിയിട്ട് വരാൻ അയാളിന് കൽപ്പിക്കുമോ എന്നോർത്ത് അവൾ നെടുവീർപ്പിട്ടു. അല്പസമയത്തിന് ശേഷം മാളവികയുടെ ഫോൺ ശബ്ദിച്ചു. സ്ക്രീനിൽ തെളിഞ്ഞ പേര് കണ്ടതും അവളുടെ മുഖം വിടർന്നു. അച്ഛനായിരുന്നു അത്. "മോളെ, എത്തിയോ അവിടെ? മീറ്റിംഗൊക്കെ കഴിഞ്ഞോ?" അച്ഛന്റെ വാത്സല്യം നിറഞ്ഞ ശബ്ദം കേട്ടപ്പോൾ അവളുടെ ഉള്ളിലെ ഭാരമെല്ലാം ഒഴിഞ്ഞുപോയി. അവൾ ചിരിച്ചുകൊണ്ട് അച്ഛനോട് വിശേഷങ്ങൾ പങ്കുവെക്കാൻ തുടങ്ങി. അച്ഛനോട് സംസാരിക്കുമ്പോൾ അവളുടെ മുഖത്ത് വിരിയുന്ന ഓരോ ഭാവവും ആ കണ്ണുകളിലെ തിളക്കവും അത്രമേൽ സുന്ദരമായിരുന്നു. പക്ഷെ ആ നിമിഷം അഗ്നി വീണ്ടും മുറിയിലേക്ക് വന്നത് അവൾ അറിഞ്ഞില്ല. വാതിൽക്കൽ തന്നെ അവൻ നിന്നു. ഫോണിൽ ആരോടോ അതീവ സന്തോഷത്തോടെ സംസാരിക്കുന്നു മാളവികയെ അവൻ ഉറ്റുനോക്കി. അവളുടെ ചുണ്ടിലെ വിരിയുന്ന ആ സ്വാഭാവികമായ ചിരി അവന്റെ ഉള്ളിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ അപ്പോഴും വരുത്തുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് തന്റെ സാന്നിധ്യം അറിയിക്കാനെന്നോണം അഗ്നി വാതിൽ ശക്തിയായി മുട്ടി. ആ ശബ്ദം കേട്ട് ഞെട്ടിപ്പോയ മാളവിക വേഗത്തിൽ ഫോൺ താഴെ വെച്ചു. അവൾ തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടത് ദേഷ്യം കൊണ്ട് കനലായ അഗ്നിയുടെ മുഖമാണ്. "വേഗം റെഡിയാവ്, താഴേക്ക് വാ." അവന്റെ ആ ശബ്ദം മുറിയിൽ മുഴങ്ങി. അവളുടെ മറുപടിക്ക് കാത്തു നിൽക്കാതെ അവൻ തുടർന്നു. "നമ്മൾ എന്തിനാണ് ദുബായിലേക്ക് വന്നതെന്ന് ഓർമ്മയുണ്ടല്ലോ? നിനക്ക് ചിരിച്ചു കളിക്കാനുള്ള സമയമല്ലത്. വരാനിരിക്കുന്ന മീറ്റിങ്ങിനെ കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതി നീ." അവന്റെ ആ വാക്കുകൾ ഒരു ചാട്ടുളി പോലെ അവളിൽ പതിച്ചു. തന്റെ ചെറിയ സന്തോഷങ്ങളെ പോലും തകർക്കാൻ അവന് സാധിക്കുമെന്ന് ഒരിക്കൽ കൂടി അവൻ തെളിയിച്ചു. ഒന്നും മിണ്ടാതെ തളർന്ന മനസ്സോടെ അവൾ അവനെ പിന്തുടരാൻ തയ്യാറെടുത്തു.